ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ എം എ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓരോരോ ദുഃഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കേട്ടത് അർജുൻ്റെ ലോറിയും അർജുനെയും കാണാനില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് വയനാട്ടിലെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ചു. അവിടുന്ന് അർജുൻ്റെ അടുത്ത് നിന്ന് എല്ലാ മാധ്യമങ്ങളും പിന്നെ അങ്ങോട്ടോടി. പിന്നെ അവർക്കത് ഒരു മാസത്തോളം അതൊരു വാർത്തയാക്കി. അത് കഴിഞ്ഞപ്പോൾ ഹേമ കമ്മിറ്റിൻ്റെ പിന്നാലെയാണ്. ഇവർക്ക് ഇതൊക്കെ ഒരു വാർത്തയായിരിക്കും, പക്ഷെ മറ്റുള്ളവർക്കൊക്കെ അതൊക്കെ ഒരു ജീവിതമാണ്. ഇപ്പോൾ വയനാട്ടിലും ആരുമില്ല, അർജുൻ്റെ അടുത്തും ആരുമില്ല, അപ്പോൾ ഒക്കെ ഹേമ കമ്മിറ്റിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ അർജുൻ എവിടെയെന്നുള്ളത് നോക്കുമ്പോൾ അവിടെ കുറച്ച് യൂട്യൂബർമാരും അവരുടെ വേണ്ടപ്പെട്ട മനാഫും അവരുടെ വേണ്ടപ്പെട്ടവരും പിന്നെ അർജുൻ്റെ വേണ്ടപ്പെട്ടവരും മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ കുറച്ച് സാധാ യൂട്യൂബർമാരും. അവർക്ക് പിന്നെ ഇതൊക്കെ മതിയല്ലോ, അവർക്ക് ചെറിയ ചെറിയ ആൾക്കാരല്ലേ. പിന്നെ മനാഫാണെങ്കിൽ 10-70 ദിവസമായി മനാഫും അവരുടെ വീട്ടുകാരും അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആൾക്കാർക്ക് പലതും പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ എവിടെ? അർജുൻ്റെ ലോറി എവിടെ? ഇതാണിപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ 70 ദിവസത്തിലിടയ്ക്ക് ഒരുപാട് തിരച്ചിലൊക്കെ തിരഞ്ഞു, പക്ഷേ ബാക്കിയൊക്കെ കണ്ടു. ആ ടാങ്കറിൻ്റെയും എല്ലാ ഭാഗങ്ങളും ടയറും എല്ലാം കണ്ടു. പക്ഷെ അർജുൻ്റെ ലോറി മാത്രം കാണാൻ മറയത്താണ്. അതെന്താണ് കാരണം? കുറേ ആൾ പറയുന്നത് തട്ടിക്കൊണ്ടുപോയി അർജുനെ. കുറേ ആൾക്കാർ പറഞ്ഞു മനാഫ് ഒളിപ്പിച്ചിരിക്കുകയാണെന്ന്. മനാഫ് ഇപ്പോൾ അവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ആൾക്കാർക്ക് എന്തും പറയാം, പക്ഷെ ആ വീട്ടുകാരെയും കൂടി കുറിച്ച് ചിന്തിക്കണം. കുറേ പത്രക്കാർ അവരുടെ വീട്ടിൽ പോയി ആ കുഞ്ഞിനെയും കൂടി വീഡിയോയിലെടുത്തിട്ടു. അപ്പോൾ എല്ലാവർക്കും കാശാണ് മുഖ്യം, അല്ലാണ്ട് ആ ഒരു അമ്മൻ്റെയും ആ ഒരു ഭാര്യേൻ്റെയും ഒരു ചെറിയൊരു പെണ്ണാണ്, അവളുടെയോ കുഞ്ഞു കുട്ടീൻ്റെയോ അച്ഛൻ്റെയോ അമ്മൻ്റെയോ വേദനയല്ല എല്ലാവർക്കും കാണേണ്ടത്. എല്ലാവർക്കും റീച്ച് കൂട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ റീച്ച് കൂട്ടാൻ തന്നെയല്ലേ ഇപ്പോൾ ഇതെടുത്തതെന്ന്. അല്ല, നമ്മൾ വിഷമം കൊണ്ടാണ് ഇത് പറയുന്നത്. എത്ര ദിവസമായി തിരച്ചിൽ തുടങ്ങിയിട്ട്? നമ്മളിതൊക്കെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്ര ദിവസങ്ങളായിട്ടും. ഓരോ സാധനം എടുക്കുമ്പോഴും അർജുൻ്റെ ആവണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. അല്ലെങ്കിൽ നമ്മൾക്ക് അർജുനൊന്ന് ഒരു ബോഡിയോ എന്തെങ്കിലും കിട്ടിയാൽ മതി അവർക്ക്. അതിനുള്ളൊരു പ്രാർത്ഥനയിലാണ് നമ്മളൊക്കെ. അപ്പോൾ ഇന്നും തിരച്ചിൽ. ഇന്നലെ അർജുനന് എന്തൊരു ഭാഗ്യമില്ലാത്തവനാണ്. ഇന്നലെ നോക്കുമ്പോൾ മഴ. ഇന്നും തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും ഇവിടെ ചെയ്യുന്നവരൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അർജുൻ എവിടെ പോയി? എന്തൊരു കഷ്ടമാണ്. അള്ളാഹു എത്രയും വേഗം അവനെയും അവൻ്റെ ലോറിനെയും എന്തെങ്കിലും ഒരു ഭാഗം കണ്ടെടുത്ത് ആ വീട്ടുകാർക്കൊരാശ്വാസം ആക്കി കൊടുക്കണേ എന്നാണ് നമ്മളുടെയൊക്കെ ദുആ ചെയ്യുന്നത്. എല്ലാവരും നമ്മളിപ്പോൾ എല്ലാ അമ്മമാരായാലും എല്ലാ ജാതിക്കാരായാലും ഏത് ജാതിക്കാരായാലും പള്ളിയിലും അമ്പലങ്ങളിലും എല്ലാവിടെയും പ്രാർത്ഥിക്കുന്നത് അർജുനന് വേണ്ടിയിട്ടാണ്. ബാക്കി എന്ത് കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നോ അതൊട്ട് കിട്ടുന്നുമില്ല. അതിൻ്റെ ആകാംക്ഷയിലാണ് ഓരോരുത്തരും ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അള്ളാഹു ഇന്ന് തിരയുന്നുണ്ട്. അതിലെങ്കിലും അർജുൻ്റെ ലോറിയോ അർജുൻ്റെ എന്തെങ്കിലും ഒരു സാധനങ്ങളോ കണ്ടു കിട്ടട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അത്രയും വേദനയാണ് ആ ഓരോ രാത്രിയും ആ വീട്ടുകാർ ഉറങ്ങുന്നത്. എങ്ങനെയായിരിക്കും ഒരു ഉറക്കം വരിക? ഒരു ബോഡിയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതടക്കം ചെയ്ത് എല്ലാവർക്കും ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. അതുമില്ല, എവിടെയാണെന്നുമില്ല, ഒരസ്ഥി പോലും കിട്ടാനില്ല. അതുകൊണ്ട് ആ വീട്ടുകാരൻ്റെ ദുഃഖം അള്ളാഹു എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ. അള്ളാഹു എത്രയും പെട്ടെന്ന് അതിനൊരു തുമ്പുണ്ടാക്കി തരട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണ പോലെ ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നെങ്കിലും തിരച്ചില്ല അർജുൻ്റെ
എന്തെങ്കിലും ഒരു അടയാളമോ എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് ആ വീട്ടുകാർക്ക് ഒരാശ്വാസം, ആ ഭാര്യയ്ക്കും അമ്മയ്ക്കും. അളിയൻ ഇത്ര ദിവസമായി അവിടെ മഴയാണെങ്കിലും എന്താണെങ്കിലും സഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ ആ ലോറിൻ്റെ ഓണറും. അതേപോലെ ഇപ്പോൾ ഇതാ ഒരു തൃശ്ശൂരത്തെ ഒരാളുണ്ട് അവിടെ, കുറേ ദിവസങ്ങളായി അവിടെ തന്നെ പാവം. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാർത്ഥനയുള്ളൂ, അർജുൻ്റെ എന്തെങ്കിലും ഒന്നായിട്ട് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന. അതോടൊപ്പം തന്നെ നമ്മളും പ്രാർത്ഥിക്കുന്നു അർജുന് വേണ്ടിയിട്ട്. ആ മോനെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു അടയാളങ്ങളെങ്കിലും കണ്ടു കിട്ടട്ടെ ആ മോൻ്റെ, ആ വീട്ടുകാർക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്. എന്തായാലും ആളില്ല എന്നുള്ളത് വ്യക്തമായി. അവരുടെ ഒരു ആശ്വാസം എന്തെങ്കിലും ഒന്ന് വേണ്ടേ, അതിന് വേണ്ടിയിട്ടെങ്കിലും ആ മോൻ്റെ എന്തെങ്കിലും ഒന്ന് കിട്ടണം. നമ്മളെല്ലാവരും അമ്മമാരാണ്, പെങ്ങന്മാരാണ്, എല്ലാവർക്കും അറിയാം ഒരാൾ നഷ്ടപ്പെട്ടാലുള്ള വേദന എന്താണെന്നുള്ളത്, ആ ദുഃഖം എന്താണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളുടെ വീട്ടിലത്തെ ആളല്ലെങ്കിലും അർജുനിപ്പോൾ എല്ലാവരും അവനവൻ്റെ വീട്ടിലത്തെ ആളെ പോലെയാണ് അർജുനെ കണക്കാക്കുന്നത്. ജാതിഭേദമില്ലാതെ അർജുനെ കിട്ടണേ, അർജുനെ കിട്ടണേ, അർജുൻ്റെ ലോറി കിട്ടണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു അതിന് എത്രയും വേഗം ഒരു കരകയറ്റം ഉണ്ടാക്കണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, എല്ലാവരും അർജുനും അർജുൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയും ദിവസം ഇവരും ഈ ഡെഡ്ജർ വന്ന് തിരയുമ്പോഴെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അതും ഇല്ലാണ്ടായപ്പോൾ ആകെ വിഷമായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നിന്നത്. മനസ്സിൻ്റെ വല്ലാത്ത വിഷമം, ഓരോന്നും അത് പൊന്തിക്കുമ്പോഴും നമ്മൾ വിചാരിക്കും അർജുൻ്റെ ആയിരിക്കുമോ എന്ന്. അത് പൊന്തിച്ച് മനാഫ് കൺഫേം ചെയ്യുമ്പോൾ അല്ല, നമുക്ക് നിരാശയായി. ഇനിയെങ്കിലും നമുക്കതിനുള്ളൊരു ആശ്വാസത്തിനുള്ളത് പടച്ചവനുണ്ടാക്കി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു ഞാൻ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം അർജുന് വേണ്ടിയിട്ട്. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അപ്പം എല്ലാവരും അർജുന് വേണ്ടി പ്രാർത്ഥിക്കുക, അവൻ്റെ എന്തെങ്കിലും ഒരു തുമ്പെങ്കിലും ഇന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.